സെപ്റ്റംബർ 30 ചൊവ്വാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞാൽ അമേരിക്കൻ ഭരണകൂടത്തിലെ പല ഓഫീസുകളും, അമേരിക്കയുടെ സർക്കാർ ഓഫീസുകളിൽ പലതും അടച്ചുപൂട്ടുമോ എന്നുള്ള ഭീഷണി നിലനിൽക്കുന്നു. പ്രധാനപ്പെട്ട കാരണം ഈ ബജറ്റ് ബിൽ താൽക്കാലിക ബില്ലാണെങ്കിലും അത് പാസ്സാക്കാനായിട്ട് ഡെമോക്രാറ്റുകൾ തയ്യാറല്ല. തങ്ങൾ പറയുന്ന ചില കാര്യങ്ങൾ ട്രംപ് ഭരണകൂടം അംഗീകരിക്കണം, അല്ലെങ്കിൽ ആ ബില്ല് പാസ്സാക്കില്ല എന്നാണ് പറയുന്നത്. ബില്ല് പാസ്സാക്കിയില്ലെങ്കിൽ സർക്കാരിന് പണം കിട്ടില്ല. ആ ഓതറൈസേഷൻ ഇല്ലെങ്കിൽ പിന്നെ ആളുകളെ നിയമിക്കാനും ഒന്നും പറ്റില്ല. അവരെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് പണം കൊടുക്കാനില്ലല്ലോ, പണം കൊടുക്കാനായിട്ട് അനുവാദമില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഈ ആവശ്യമില്ലാത്ത ഡിപ്പാർട്ട്മെൻറ്റുകളും ആവശ്യമില്ലാത്ത ആളുകളെല്ലാം കൂട്ടമായിട്ട് പിരിച്ചുവിടുമെന്നുള്ളൊരു ഭീഷണിയാണ് മുടക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആളുകളെ പിരിച്ചുവിടുമെന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ ഡെമോക്രാറ്റുകൾ പേടിക്കും, അവർ തൻ്റെ വഴിക്ക് വരും എന്നുള്ളൊരു നിലപാടിലാണ് പ്രസിഡന്റ് നിൽക്കുന്നതെന്ന് തോന്നുന്നു. എന്നാൽ ആ ഭീഷണിക്ക് തങ്ങൾ വഴങ്ങില്ല എന്നാണ് ഡെമോക്രാറ്റുകൾ ഉറപ്പിച്ച് പറയുന്നത്. അങ്ങനെ ഭീഷണിയൊന്നും പറ്റത്തില്ല. അപ്പോൾ അവർ പറയുന്ന, ഡെമോക്രാറ്റുകൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാരണം ഒബാമ കെയറിന് ഈ സർക്കാർ അനുവദിച്ചിരുന്ന സബ്സിഡികൾ അത് പുനഃസ്ഥാപിക്കണം. ആ സബ്സിഡികളില്ലെങ്കിൽ പിന്നെ ആളുകൾക്ക് ഈ ഒബാമ കെയറിന് ചേരണമെങ്കിൽ, ഈ ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ, ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ അതിൻ്റെ പ്രീമിയം ഒരു $4000 ആയി മാറുമെന്നാണ് പറയുന്നത്. സാധാരണക്കാർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഉള്ളപ്പം ആ സബ്സിഡി, സർക്കാരിൻ്റെ ആ സബ്സിഡി നിലനിർത്തണം എന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. അപ്പം റിപ്പബ്ലിക്കന്മാർ പറയുന്നത് ഈ വർഷം അവസാനം വരെ ആ ഒബാമ കെയർ, ആ നിയമത്തിന് യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ ആ നിയമം തീരാറാകുമ്പോഴത്തേക്ക് പ്രശ്നം വരുമ്പോഴത്തേക്ക് ചർച്ച ചെയ്താൽ പോരെ എന്നാണ് അവർ പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല, ഇപ്പം തന്നെ അത് വേണം, അല്ലെങ്കിൽ പിന്നെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്നുള്ള നിലപാടിലാണ് ഡെമോക്രാറ്റിക് പാർട്ടി. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ മെഡിക്കെയ്ഡ്. ഒരുവിധപ്പെട്ട ആരോഗ്യമൊക്കെ ഉള്ള ആളുകൾക്ക് മെഡിക്കെയ്ഡ് കിട്ടാതിരിക്കാനുള്ള സംവിധാനമാണ് പ്രസിഡൻറ്റിൻ്റെ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിൽ വന്നത്. അപ്പോൾ അത് നടപ്പിലാക്കണമെങ്കിൽ അത് പക്ഷേ അടുത്ത വർഷത്തെ മിഡ് ടേം ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമേ നടപ്പിൽ വരുകയുള്ളൂ. അപ്പോൾ അതിനെപ്പറ്റി ഇപ്പോൾ ഡെമോക്രാറ്റുകളൊന്നും പറയുന്നില്ല, കാരണം അതിന് സമയമുണ്ടല്ലോ. പക്ഷേ ഈ ഒബാമ കെയറിന് കിട്ടുന്ന ആ സബ്സിഡികൾ അത് പുനഃസ്ഥാപിക്കണമെന്നാണ് പറയുന്നത്. അതില്ലെങ്കിൽ ഒരുപാട് പേര് അത് ദോഷമായിട്ട് ബാധിക്കും. അത് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ തന്നെ അവരുടെ പോളിങ്ങും അതൊക്കെ തന്നെയാണ് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങളും ഒട്ടേറെ പേരെ ബാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ ഹെൽത്ത് കെയർ രംഗത്ത് നമ്മുടെയൊക്കെ ആളുകൾ ധാരാളമായി ജോലി ചെയ്യുന്നത് ഹെൽത്ത് കെയർ രംഗത്താണ്. അപ്പോൾ ഈ ഹെൽത്ത് കെയറിൽ ആശുപത്രിയിലേക്ക് ആളുകളെ സ്വീകരിക്കാൻ പറ്റില്ല, അവിടെ ചികിത്സിക്കാൻ പറ്റില്ല എന്ന് വന്നു കഴിഞ്ഞാൽ ആശുപത്രികൾ പലതും അടച്ചുപൂട്ടിപ്പോകും. നമ്മുടെ ആളുകൾക്ക് പലർക്കും ജോലിയില്ലാത്ത ഒരവസ്ഥയും വരും. അതുകൊണ്ട് ഈ പ്രശ്നം നമ്മളും വളരെ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഒബാമ കെയർ നിന്ന് പോയി കഴിഞ്ഞാൽ അത് നമ്മളെയും പരോക്ഷമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. മെഡിക്കെയ്ഡും നിന്നുപോയി കഴിഞ്ഞാൽ അതിലും വലിയ കുറവുകൾ വന്നു കഴിഞ്ഞാൽ അതും നമ്മളെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇത് അമേരിക്ക മൊത്തത്തിൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്, ആരാണ് ആദ്യം പിന്മാറുക, ആദ്യം ഈ ഭീഷണിക്ക് വഴങ്ങുക എന്നുള്ളതാണ് ഇനി നമുക്ക് കാണേണ്ടിയിരിക്കുന്നത്. പ്രസിഡന്റ് ട്രംപ് ഇങ്ങനെ പറഞ്ഞെങ്കിലും ഇങ്ങനെ ഒരുപാട് പേരെ പിരിച്ചുവിടുന്ന ഒരവസ്ഥ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എത്രയോ പേരെ പേടിച്ചായിരിക്കും ഇരിക്കുന്നത്, എത്രയോ ഫെഡറൽ എംപ്ലോയീസ് എന്താ സംഭവിക്കുകയെന്ന്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയൊക്കെ ഉണ്ടാകുന്നത് ഖേദകരമാണ്. എന്തായാലും ഒരു ഒത്തുതീർപ്പുണ്ടാകും എന്നുള്ള പ്രതീക്ഷ നമുക്ക് പുലർത്താം. നാളെ ഒരു ദിവസം കൂടി ഉണ്ടല്ലോ. നാളെ ചൊവ്വാഴ്ച രാത്രിയാണിത് ഈ പ്രശ്നം വരുന്നത്. ഇനി അഥവാ സർക്കാർ അടച്ചുപൂട്ടിയാൽ കൂടി 1-2 ദിവസത്തിനുള്ള ഉള്ളിലൊരു കരാറുണ്ടായാലും മതി. 2-3 ദിവസത്തേക്കൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. കാരണം സർക്കാർ അടച്ചുപൂട്ടുന്നു എന്ന് പറഞ്ഞാലും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ നടക്കും, ഒരു വ്യത്യാസവും വരില്ല. അത്രയ്ക്ക് പ്രധാനം ഇല്ലാത്ത കാര്യങ്ങളെ മാത്രമാണ് അവിടെ അടച്ചുപൂട്ടൽ ഭീഷണി ഉണ്ടാവുക. എന്തായാലും കാത്തിരുന്ന് കാണാം.